മുനമ്പത്തെ വഖഫ് അധിനിവേശത്തെ വിമർശിച്ച് ഇടത് സഹയാത്രികൻ മുൻ എംപിയുമായ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഭൂമി തങ്ങളുടേതെന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന വഖഫ് ബോർഡ് രീതി തെറ്റാണ്. വഖഫ് ഭേദഗതി ബില്ലിന് പിന്തുണയെന്നും സെബാസ്റ്റ്യൻ പോൾ ജനൻ ടിവിയോട് പറഞ്ഞു. ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, ക്രൈസ്തവ സഭകൾ ഒന്നടങ്കം മുനമ്പത്തെ ജനങ്ങളോടൊപ്പം ചേരുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇടത് സഹയാത്രികനാണ് ഈ വഖഫ് ബോർഡിൻ്റെ രീതി തെറ്റാണ് എന്നുള്ളൊരു തുറന്നു പറച്ചിലുമായി രംഗത്തെത്തിയിരിക്കുന്നത്. രജനി, ഇവിടെ കാര്യങ്ങൾ തുറന്നു പറയാൻ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ മുൻ എം പി, ഒപ്പം തന്നെ ഇപ്പോഴും ഇടത് സഹയാത്രികനായി തുടരുന്ന സെബാസ്റ്റ്യൻ പോൾ തയ്യാറാകുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. കാരണം ഇത് സമാനമായ ഒരു അഭിപ്രായങ്ങൾ തന്നെയാണ് നിരവധി ആളുകൾ പാർട്ടിക്കുള്ളിൽ ഇടത് വലതു മുന്നണികൾ കൃത്യമായി തന്നെ മത രാഷ്ട്രീയം കളിക്കുകയും ഒപ്പം തന്നെ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ചില നിലപാടുകളിൽ വെള്ളം ചേർക്കുകയും എല്ലാം ചെയ്യുന്ന ഘട്ടത്തിലാണ് സെബാസ്റ്റ്യൻ പോളിനെ പോലുള്ള ആളുകൾ ഇക്കാര്യങ്ങൾ വ്യക്തമായി പറയുന്നു. അദ്ദേഹം പറയുന്നു, വഖഫ് ഭേദഗതി ബില്ലിനെയാണ് താൻ പിന്തുണയ്ക്കുന്നത്. വഖഫ് ബോർഡിൻ്റെ അവകാശവാദങ്ങളെ, മുനമ്പത്തേതടക്കമുള്ള അവകാശവാദങ്ങളെ പിന്തുണയ്ക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഈ സെബാസ്റ്റ്യൻ പോൾ ഭൂമി തങ്ങളുടേതെന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന വഖഫ് ബോർഡ് രീതി അത് തെറ്റാണ് എന്ന കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ സമരം തുടങ്ങിയപ്പോൾ മുതൽ ഈ 41ാം ദിവസത്തിലേക്ക് വഖഫ് ഭൂസമരം അവിടെ മുനമ്പത്ത് നിന്ന് തങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ, സർക്കാരിൻ്റെയും ഒപ്പം തന്നെ വഖഫ് ബോർഡിൻ്റെയും എല്ലാം നീക്കത്തിനെതിരെ ഈ 41 ദിവസമായി അവിടെ റിലേ നിരാഹാര സമരപ്പന്തലിൽ തുടരുന്ന ആ ജനത്തെ ആകെ വെല്ലുവിളിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെയും ഒപ്പം തന്നെ CPM-ൻ്റെയും നേതാക്കൾ മുന്നോട്ട് പോകുമ്പോൾ അവർക്കിടയിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള സ്വരങ്ങൾ ഉണ്ടാകുന്നു, ഇത്തരത്തിലുള്ള ശബ്ദങ്ങൾ ഉയർന്നു വരുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രത്യേകതയുള്ള കാര്യം, ഏറ്റവും ഗൗരവകരമായ കാര്യം എന്ന് പറയുന്നത്. കാരണം ഇത് അധിനിവേശം തന്നെയാണ് മുനമ്പത്ത് നടത്തുന്നത് എന്ന് ചിലർ രഹസ്യമായി പറയുമ്പോൾ ചിലരെങ്കിലും അത് പരസ്യമായി പറയാൻ തയ്യാറാകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഏറെക്കാലം പാർലമെന്റേറിയൻ എന്ന സെബാസ്റ്റ്യൻ പോൾ തന്നെയാണ് അവിടെ BJP സർക്കാർ കൊണ്ടുവരാൻ പോകുന്ന, കേന്ദ്ര സർക്കാർ കൊണ്ടുവരാൻ പോകുന്ന വഖഫ് ഭേദഗതി ബില്ല് അത് എന്തുകൊണ്ടും ന്യായമാണ്. നിലവിലുള്ള വഖഫിന്റെ അമിതാധികാരങ്ങളിൽ പലതും എടുത്തു കളയേണ്ടതാണ്. ആ അമിതാധികാരങ്ങൾ ഇല്ലാതാക്കേണ്ടത് തന്നെയാണ്. ഏതൊരു ഭൂമിയും ഒരു സുപ്രഭാതത്തിൽ തങ്ങളുടേതാണ് എന്ന് പറയുന്ന വഖഫിന്റെ, അല്ലെങ്കിൽ യാതൊരു ന്യായവുമില്ലാതെ അമിതാധികാരങ്ങൾ അത് തടയുക തന്നെ വേണം എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് കൃത്യമായി തന്നെ പാർട്ടിക്കകത്ത് തന്നെ രണ്ട് വിരുദ്ധ അഭിപ്രായങ്ങൾ, CPM-നകത്ത് തന്നെ വിരുദ്ധ അഭിപ്രായങ്ങളുണ്ട്. ഇടത് സഹയാത്രികർ തന്നെ ഇക്കാര്യത്തിൽ ക്രൈസ്തവ സഭകൾ അടക്കം ഉന്നയിക്കുന്ന ന്യായമായ ആവശ്യത്തിന് പിന്നിൽ അണിനിരക്കുന്നു എന്നത് തന്നെയാണ് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. അവിടെ സമരത്തിന് പിന്തുണയുമായി വിവിധ ക്രൈസ്തവ സമുദായ സംഘടനകൾ രംഗത്ത് വന്നിരുന്നു. മുനമ്പത്തെ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവരെല്ലാം വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ ഒരു ബില്ല് പാസ്സാക്കണം, ആ ബില്ലിൽ മാത്രമാണ് തങ്ങളുടെ എല്ലാ പ്രതീക്ഷയും ഉള്ളത്. കാരണം വഖഫ് നിയമത്തിലെ 40ാം നിയമം പറയുന്നത് അനുസരിച്ച്, അതിൽ സെക്ഷൻ പറയുന്നത് അനുസരിച്ച് ഏത് ഭൂമിയും അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് മാത്രം 2 സാക്ഷികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വഖഫ് ഭൂമിയാക്കുന്ന ഒരു നിലയുണ്ട്. അതുതന്നെയാണ് മുനമ്പത്ത് കണ്ടത്. അവിടെയുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം 75 വർഷത്തോളമായി തുടരുന്ന ഒരു നിയമ പോരാട്ടമാണ്. പല ഘട്ടങ്ങളിലും ഏറിയും കുറഞ്ഞും എന്ന രീതിയിൽ സമരങ്ങളിലേക്കെല്ലാം തന്നെ അവർ പോയിട്ടുണ്ട്. വഖഫ് അധിനിവേശം വഖഫ് ബോർഡിന്റെ രീതി തെറ്റ് എന്ന് പറഞ്ഞ് തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ.